ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ കാണിക്കുന്നത് വിക്രമിനെതിരെയുള്ള കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ വിക്രമിനെതിരെ സാക്ഷി പറയാനായിട്ട് വേദ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിക്രമിനെതിരെ സാക്ഷി പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് രാധ വേദയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. ശേഷം വേദ രാധയോടായിട്ട് പറയാണ്, ഇത് കോടതിയാണ്, നീ ഉദ്ദേശിക്കുന്ന പോലത്തെ സ്ഥലമല്ല, അതായത് ഓട്ടോ സ്റ്റാൻഡോ വേറെ സ്ഥലമൊന്നുമല്ല, അനാവശ്യമായിട്ടുള്ള സീനൊന്നും ഉണ്ടാക്കരുതെന്ന് പറയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ രാധ വേദയോടായിട്ട് പറയാണ്, ഞാനല്ലല്ലോ സീൻ ഉണ്ടാക്കുന്നത്, നീയല്ലേ, ഞാൻ ഒരുപാട് തവണ നിന്നെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, അപ്പോൾ എല്ലാം വിക്രം എൻ്റെ മാത്രമാണെന്നുള്ള തോന്നൽ കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ നിന്നോട് പെരുമാറിയിട്ടുള്ളത്. ഇനി ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരില്ല. ദയവ് ചെയ്ത് നീ വിക്രമിനെതിരെ പരാതി, അതായത് സാക്ഷി പറയരുത്. വിക്രം ഒരു പാവമാണ്. എത്ര കാലം അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചാണെന്നറിയോ. അപ്പോഴൊക്കെ ഞാൻ വ്രതന്വേഷിച്ചിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും കുറേയധികം കരഞ്ഞതാണ്. ഇനി എനിക്ക് വയ്യ, ദയവ് ചെയ്ത് നീ സാക്ഷി പറയരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ വേദ രാധയോടായിട്ട് പറയാണ്, എനിക്ക് നിന്നോട് യാതൊരു പരിഭവവുമില്ല. നീ എപ്പോഴൊക്കെ എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് വിക്രമിനെ അന്ധമായി സ്നേഹിച്ചൊരു പെൺകുട്ടിയുടെ ഒരു സങ്കടമായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. പക്ഷേ എന്തായാലും ഞാൻ കണ്ടതേ ഞാൻ പറയാൻ പോകുന്നുള്ളൂ. അത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന, അതായത് എൻ്റെ തോന്നലുകളും എൻ്റെ സത്യങ്ങളും ഞാൻ പറയാൻ പോകുന്നത്, അല്ലാതെ വിക്രമിനോടോ നിന്നോടോ എനിക്ക് യാതൊരു ദേഷ്യവും ഇല്ല എന്ന് പറയുന്നുണ്ട്. ശേഷം രാധയ്ക്ക് മനസ്സിലാവുകയാണ് വേദ തൻ്റെ നിലപാടിൽ നിന്ന് മാറില്ല എന്ന്. അപ്പോൾ അവൾക്ക് ദേഷ്യം വന്നിട്ട് നീ ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേദയെ ശപിച്ചുകൊണ്ട് രാധ അവിടെ നിന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ കമലാമയും ശ്രീജിയും കോടതിയിലെത്തുന്നുണ്ട്. കമലാമ വേദയെ കണ്ടിട്ട് വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ശേഷം വേദയോടായിട്ട് പറയാണ്, നീ എന്തായാലും ഞാൻ പറയുന്നത് കേൾക്കാൻ പോകുന്നില്ല, ഇത് നിൻ്റെ മുത്തശ്ശിയാണ് ഫോണിലുള്ളത്, നിൻ്റെ മുത്തശ്ശി എന്താ പറയുന്നതെന്ന് കേൾക്കുമെന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ മുത്തശ്ശി ഫോൺ വേദയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വേദയോട് പറയാണ്, മോളെ, നീ സാക്ഷി പറയരുത് എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു, പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല, അവൻ ആരെയും ആ പരിസരത്ത് കാണരുതെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് പറയാണ്. ഞാൻ എന്താ ചെയ്യേണ്ട മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ, നീ ഒരിക്കലും സാക്ഷി പറയരുത്, നീ വിക്രമിനെ കുറിച്ച് ചിന്തിക്കേണ്ട, കമലയെക്കുറിച്ചെങ്കിലും ചിന്തിച്ചൂടെ, അവൾക്ക് എന്തിനാ ഇങ്ങനെ വേദന കൊടുക്കുന്നത് പറയാണ്. ഈ ഒരു ടൈമിൽ വേദ പറയാണ്, ഇല്ല അത് സാധ്യമല്ല, ഞാൻ എന്തായാലും സാക്ഷി പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ മുത്തശ്ശി പറയാണ്, നിന്നെപ്പോലൊരു പെൺകുട്ടി അങ്ങോട്ട് പോയപ്പോൾ, അതായത് വിക്രമിൻ്റെ ഭാര്യയായിട്ട് പോയപ്പോൾ വിക്രം എന്താ പറഞ്ഞത്, എന്നെപ്പോലെ മോശമായ ഒരാളെ നിൽക്കി ആവശ്യമില്ല, അതുകൊണ്ട് നിന്നെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞ അത്രയും നല്ല മനസ്സുള്ളവൻ എന്തായാലും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല. അങ്ങനെ എന്തെങ്കിലും മോശമായി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ എന്തെങ്കിലും തക്കതായി കാരണവും ഉണ്ടായിരിക്കും, അതൊക്കെ അന്വേഷിച്ചിട്ട് പോരെ മോളെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ വേദ സമ്മതിച്ചു കൊടുക്കാത്ത രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ശേഷം ഫോണ് കമലാമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. കമല പറയാണ്, ഇനി നിന്നോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേദ പറയാണ്, അമ്മേ, നിങ്ങൾക്ക് ആർക്കും എൻ്റെ മനസ്സിലുള്ള കാര്യം മനസ്സിലാവുന്നില്ല. അമ്മ വിക്രം ജയിലിൽ പോകരുതെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ ഞാൻ വിക്രമിൻ്റെ ജീവൻ സംരക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നത്, നിങ്ങൾ പിന്നീട് മനസ്സിലാക്കുമെന്ന് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ വിക്രം ഇങ്ങനെ കോടതിയുടെ ഫ്രണ്ടിൽ ബെഞ്ചിലിരിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ കമല ഓടി വന്നിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ വിക്രം കമലാമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാമേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. എനിക്ക് വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനമില്ല മോനെ എന്ന് പറയുന്നുണ്ട്. ഇല്ല അമ്മ ടെൻഷൻ അടിക്കേണ്ട, എന്തായാലും ഞാൻ ഇവിടെ നിന്ന് നേരെ വരാൻ പോകുന്നത് വീട്ടിലേക്ക് തന്നെ ആയിരിക്കുമെന്ന് പറയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ കമലാമ്മ പറയുന്നുണ്ട്, എങ്ങനെ മോനെ, സാക്ഷി പറയുന്നത് നിൻ്റെ ഭാര്യ തന്നെയാണ്, പിന്നെ എങ്ങനെ അത് സംഭവിക്കാതിരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ വിക്രം പറയുന്നത് വലിയ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസാരമായിരുന്നു. അതായത് അമ്മേ, ഞാൻ ജയിലിൽ കിടന്ന സമയത്താണ് ആലോചിച്ചത്, വേദ ശരിക്കും നല്ല കാര്യമാണ് ചെയ്യുന്നത്, കാരണം അവൾ കണ്ണിൽ കണ്ട കാര്യം തന്നെയാണ് പറയുന്നത്, മാത്രമല്ല ഞാനത് ചെയ്തതുമാണ്, അത് ഞാൻ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അമ്മ അവളെ അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്ന് പറയാണ്. എന്താണ് നീ പറയുന്നത്, അവിടെ ആരും തന്നെ ഈ ഒരു സംഭവം നടന്ന സ്ഥലത്ത് ഒരാളും തന്നെ നിനക്ക് പരാതി പറയാണ്ടിരിക്കുമ്പോൾ അവൾ മാത്രം സാക്ഷി പറഞ്ഞ എത്ര മോശമായ കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ വിക്രം പറയാണ്,
അല്ലമ്മേ, ഞാൻ പിന്നീടാണ് ചിന്തിച്ചത്. അവിടെയുള്ളവർക്ക് എല്ലാവർക്കും എന്നോട് ഭയമാണ്. പക്ഷേ വേദയ്ക്ക് ആരോടും ഭയമില്ല. അവൾ സത്യസന്ധമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അവളോട് യാതൊരുവിധ ദേഷ്യവുമില്ല. അമ്മയും അവളോട് ഒരിക്കലും ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ പിണങ്ങുകയും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി പോലീസുകാർ കോടതിയിൽ കയറാൻ ടൈമായെന്ന് പറഞ്ഞിട്ട് വിക്രമിനെ കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ കോടതിയിൽ അകത്തേക്ക് വിക്രം പോകുന്നുണ്ട്, വേദ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീനിവാസൻ സാറ്, വാസവൻ, രാധ, കമലാമ്മ, ശ്രീജ എല്ലാവരും അകത്തേക്ക് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശങ്കർ നാരായൺ കേസ് പറയാനായിട്ട് ജഡ്ജിയായിട്ട് ഫ്രണ്ടിൽ വന്നിരിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ കേസ് നടക്കുകയാണ്. അപ്പോൾ വിക്രമിനെ വിളിക്കുന്നുണ്ട്. വിക്രം അവിടെ കോടതിൻ്റെ കൂട്ടിനുള്ളിൽ പോയി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേസിനെ കുറിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രമിനെതിരായിട്ട് പറയുന്ന ആൾ പറയാണ്, വിക്രമിന് മനസ്സിൽ ഏതോ ഒരു പകയുണ്ട്. ആ പകയുടെ പേരിൽ വരുണിനെ കൊല്ലണം എന്ന് ഉറപ്പിച്ച് തന്നെയാണ് അവനിങ്ങനെ എല്ലാം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അവനിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൊരു സാക്ഷിയും ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ വിക്രമിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വക്കീൽ പറയാണ്, ഒരിക്കലും സാധ്യമല്ല. എത്ര വലിയ മാർക്കറ്റിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ആ മാർക്കറ്റിൽ എത്രയോ ജനങ്ങളുണ്ടായിരുന്നു. ആരും കാണാത്ത കാര്യം ഈ ഒരാൾ മാത്രം കാണുമെന്ന് പറയുന്നത് അതെന്തായാലും വിലക്കെടുക്കാൻ പറ്റില്ല. അത് ഇവനക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു സാക്ഷി മാത്രമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരെയും, അതായത് വിക്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളും പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ ശങ്കർ നാരായൺ പറയുന്നുണ്ട്, വിക്രമും വരുണും തമ്മിലുള്ള പകയ്ക്ക് കാരണം എന്താണെന്ന് വല്ലതും മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രമിനെതിരെയുള്ള അയാൾ പറയുകയാണ്, അതിനുള്ള കാരണം വിക്രമിനും വരുണിനും മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ വിക്രമിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾ പറയുകയാണ്, എന്ത് പക, ഒരു പകയുമില്ല, വിക്രമും വരുണും ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു സംഭവം ആരോ അവനെ തല്ലിയിരിക്കുകയാണ്, അത് വിക്രമാണെന്ന് സാക്ഷി മൊഴി പറയുന്നത് മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ വിക്രമും അയാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ സാക്ഷിയെ കോടതിയിലേക്ക് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേദ കോടതിയുടെ വിധി, അതായത് ആൻസർ പറയുന്നവിടെ വന്ന് നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ശങ്കരൻ നാരായണൻ നമ്മുടെ വേദയെ നന്നായി നോക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വേദയുടെ മറുപടി എന്തായിരിക്കും എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്ത് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.